ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പം നമുക്ക് തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ഞണ്ടാണ് വാങ്ങിയത്. അത് കടയിൽ തന്നെ അവർ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്ക് കുക്ക് ചെയ്യുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുരുമുളക് ഒരു 2 ടീസ്പൂൺ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിലേ നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ തേങ്ങയും കുരുമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് വരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്ത് വന്ന സമയം നമ്മളതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക. പിന്നീട് ഇത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ മീൻകറികളൊക്കെ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ മൺചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം കൊച്ചുള്ളിയും അതുപോലെ തന്നെ 1 സവോള നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം അതൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അല്പം കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ, തക്കാളി ഒന്ന് കുക്കായി വരുന്നവരെയും ഒന്ന് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കുരുമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുക, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റുക. അതിലേക്ക് നമ്മുടെ ക്ലീനാക്കി വെച്ച ഞണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഞണ്ടും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് അതിനകത്തോട്ട് പിടിച്ച് വരുന്ന സമയത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്കധികം ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഞണ്ടിന് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഞണ്ട് കറിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ. തലേന്ന് വൈകുന്നേരം ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് കൂട്ടാനുള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം ലാസ്റ്റ് നമ്മളിതിന് അല്പം കറിവേപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് കറി റെഡിയായി. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം.